അമ്മക്കുരുവിയുടെ വീട്. പണ്ടൊരു കാട്ടിൽ ഒരു വലിയ പുഴയുണ്ടായിരുന്നു. ഈ പുഴയിലായിരുന്നു ഒരാമ താമസിച്ചിരുന്നത്. ഈ ആമ പുഴയിലും തീരത്തുമായി കളിച്ചുല്ലസിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പുഴയുടെ തീരത്തുള്ള മരത്തിൽ ഒരു കുരുവി കൂടുണ്ടാക്കുന്നത് ആമ കണ്ടത്. ഉണങ്ങിയ ചെറിയ കമ്പുകളും ഇലകളും നാരുകളുമൊക്കെ കൊണ്ട് അമ്മക്കുരുവി ദിവസങ്ങളെടുത്ത് തൻ്റെ കൂട് നിർമ്മാണം പൂർത്തിയാക്കി. ആ വീട്ടിൽ താമസവും തുടങ്ങി. അച്ഛൻകുരുവിയും അമ്മക്കുരുവിയും തൻ്റെ 3 കുഞ്ഞു കുരുവികളുമൊക്കെയായി അവർ ആ വീട്ടിൽ കഴിഞ്ഞു. അമ്മക്കുരുവിയുമായി ആമ പെട്ടെന്ന് തന്നെ ചങ്ങാത്തത്തിലായി. ദിവസവും പുഴക്കരയിൽ അവർ സംസാരിച്ചിരിക്കുമായിരുന്നു. ഒരു ദിവസം സംസാരത്തിനിടയിൽ ആമ അമ്മക്കുരുവിയുടെ വീടിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. കമ്പും ഇലകളും നാരുകളും ശേഖരിക്കാൻ തന്നെ ദിവസങ്ങൾ വേണ്ടിവരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീടുണ്ടാക്കി കഴിയുമ്പോഴോ അത് കാണാൻ ഒരു ഭംഗിയുമില്ല. മാത്രമല്ല മേൽക്കൂര ഒന്നുമില്ലാത്തതുകൊണ്ട് മഴ പെയ്താൽ നനയുകയും ചെയ്യും. ഇത് കേട്ട അമ്മക്കുരുവി ചിരിച്ചു. എന്നാൽ ആമ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് നിങ്ങളെപ്പോലെ കൂടുണ്ടാക്കുകയൊന്നും വേണ്ട. എൻ്റെ പുറന്തോട് തന്നെയാണ് എൻ്റെ കൂട്. മഴ പെയ്യുമ്പോൾ ഞാൻ അതിൽ അഭയം തേടും. ഇത് കേട്ടപ്പോൾ അമ്മക്കുരുവി തൻ്റെ സുഹൃത്തായ ആമയോട് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് വീട് പണിയുന്നത്. മാത്രമല്ല എൻ്റെ വീട് കാണാൻ ഭംഗിയില്ലാത്തതുമാണ്. കൂടാതെ മഴ പെയ്യുമ്പോൾ നനയുകയും ചെയ്യും. പക്ഷേ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല താമസിക്കുന്നത്. ഞാനും എൻ്റെ കുട്ടികളും അവരുടെ അച്ഛനും എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് താമസിക്കുന്നത്. നിന്റെ പുറന്തോട് നിനക്ക് വീട് പോലെ അഭയം നൽകും. പക്ഷേ അതിൽ നിനക്ക് മാത്രമല്ലേ കഴിയാൻ പറ്റൂ. ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കഴിയുന്നേക്കാൾ നല്ലതല്ലേ എല്ലാവരും ഒരുമിച്ചുള്ളൊരു വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നത്. അമ്മക്കുരുവിയുടെ മറുപടി കേട്ട ആമ ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. എന്നോട് ക്ഷമിക്കൂ. ഒരു വലിയ വീടുണ്ടാക്കുക എന്നതല്ല, ആ വീട് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ താമസിക്കുവാൻ കഴിയുക എന്നതാണ് പ്രാധാന്യം. അങ്ങനെ ആമയ്ക്ക് വീടിനെക്കുറിച്ചുള്ള തൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറി. അമ്മക്കുരുവിയും ആമയും നല്ല സുഹൃത്തുക്കളായി ഒരുപാട് കാലം അവിടെ കഴിഞ്ഞു. ഏകാന്തമായ ഒരു മാളിയേക്കാൾ നല്ലത് എല്ലാവരും സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കഴിയുന്ന കുടിലാണ്.